ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചിക്കൻ സ്പ്രിംഗ് റോളാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നേ വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മൈദ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയിലും ചെയ്തെടുക്കാം. മൈദയിൽ ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സബോള ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഇത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ബോൾസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിയുടെ പോലെ വേണം പരത്തിയെടുക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പരത്തിയെടുക്കുകയാണ്. പരത്തിയെടുക്കുന്ന സമയം കൊണ്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ക്യാപ്സിക്കം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബീൻസ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഗരം മസാലപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റെഡിയാവുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചെറുതാക്കി ഒന്ന് പിച്ചെടുത്തിട്ടുള്ളതാണ്, അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് കേട്ടോ. അതൊന്ന് കയ്യിലിട്ടിട്ടൊന്ന് പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഏകദേശം 1 കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സോയാ സോസ് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വെക്കുക കേട്ടോ. ഈ സമയം നമുക്ക് നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓവറായിട്ട് ചെറിയ ചൂടിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രിംഗ് റോൾ ആകെ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. 2 സൈഡും ഒന്ന് ചെറിയൊരു പൊള്ളം വരുമ്പോൾ നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും റെഡിയായി, ചപ്പാത്തിയും റെഡിയായി. ഇത് നമുക്കൊന്ന് നിറച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ സ്പൂണ് ഒരു സൈഡിലേക്കായിട്ട് ചപ്പാത്തിയുടെ ഒരു സൈഡിലേക്കായിട്ട് വെക്കുക. ഇനി നമ്മൾ വെച്ചിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഫില്ലിങ് വെച്ചിട്ടുള്ള ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ 2 സൈഡിൽ നിന്നും ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ടൊന്ന് റോൾ ചെയ്യുക കേട്ടോ. ചപ്പാത്തി അധികം കുക്കാവരുത്, കാരണം കുക്കായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മടക്കിയെടുക്കാൻ പറ്റില്ല. ഇനി ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും വെള്ളം കൂടിയിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദ ഉണ്ടെങ്കിൽ മൈദ എടുക്കാം. ഇവിടെ ഇപ്പോൾ ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആയ കാരണം ഇവിടെ കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നന്നായി ഒട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതേപോലെ റോൾ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു സ്പ്രിംഗ് റോളാണ് കേട്ടോ. മൈദ വെച്ചിട്ട് മാത്രമല്ല നമുക്ക് സ്പ്രിംഗ് റോൾ ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഇതേപോലെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈദ ആകുമ്പോൾ ഹെൽത്തിന് ബുദ്ധിമുട്ടാണെന്നുള്ളൊരു പേടിയും വേണ്ട. ഗോതമ്പ് പൊടി ആയ കാരണം എല്ലാവർക്കും വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇത് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഇതേപോലത്തെ ഓരോ റോൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് നോമ്പ് തുറക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്